പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ CI സാറാണെങ്കിൽ പുറത്തെവിടെ പോയിട്ട് ഇങ്ങനെ വണ്ടിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കോൺസ്റ്റബിൾ ആണെങ്കിൽ കട്ടൻ ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ CI സാറാണെങ്കിൽ നമ്മളെ കോൺസ്റ്റബിളിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നമ്മളെ SI സൂപ്പറാണല്ലേ എന്ന് ചോദിക്കും. അപ്പം നമ്മളെ കോൺസ്റ്റബിൾ പറയും, പിന്നെ മാഡം സൂപ്പറല്ലേ, മാഡത്തിൻ്റെ അടിയൊന്ന് കാണണം, എന്താ അടിയെന്നറിയാമെന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും നമ്മൾ സാറ് പറയുന്നുണ്ട്, അയ്യോ അത് കാണാൻ, ആ അടി കാണാനുള്ള ഭാഗ്യം എനിക്ക് ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ കോൺസ്റ്റബിൾ പറയും, പിന്നെ ഇതെനക്ക് സാറ് ഇവിടെ വന്നതിന് ശേഷം ഒരു ക്രിമിനൽസും തല പൊക്കിയിട്ടില്ല, അത്രയ്ക്കും എല്ലാവർക്കും സാറിനെ ഭയങ്കര പേടിയാന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ നമ്മൾ CI സാറ് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ളവരെ വേണം നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കാനെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ കോൺസ്റ്റബിളിൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കോൺസ്റ്റബിൾ പറയും, സാറും സൂപ്പർ അല്ലേന്ന് ചോദിക്കും കേട്ടോ. എന്നിട്ട് അപ്പോൾ പറയും, ഞാനിരുന്ന സ്റ്റേഷനിലൊക്കെ എനിക്ക് ഒരുപാട് ആരാധികമാരുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ആർക്കും പിടിയൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പം കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, സാറേ ഞാൻ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്, എന്തായാലും സാറിൻ്റെ പ്രായം വെച്ച് സാറ് പിടി കൊടുക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞെന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മൾ CI സാറ് പറയുന്നുണ്ട്, ഞാനും അതിപ്പം ആലോചിച്ച് തുടങ്ങിയെന്ന് പറയും. കാര്യം വെച്ചാൽ സാറ് നമ്മളെ നന്ദുവിനെ കണ്ടിട്ടാണ് സാർ ഇങ്ങനെ പറയുന്നത്. കട്ടനൊക്കെ കുടിച്ചിട്ടാണെങ്കിൽ പിന്നെ കോൺസ്റ്റബിളിൻ്റെ അടുത്ത് ചോദിക്കും, ഇതെന്ത് കട്ടനാണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. എന്ത് ബോറ് കട്ടനാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മളെ കോൺസ്റ്റബിൾ തിരിഞ്ഞ് അങ്ങോട്ട് ക്ലാസ് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, ഇവിടുത്തെ ഏറ്റവും വലിയ ബോറ് താനാ, അല്ലാതെ കട്ടനല്ലല്ലോ, കട്ടനല്ലെന്ന് പറയും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളെ നന്ദുവിനെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ നന്ദു ആണെങ്കിൽ ഭയങ്കര വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. നമ്മളെ അനിയുടെ മെസ്സേജോ ഫോണോ ഒന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുക, എന്താ പറ്റി ഇവൻ്റെ മെസ്സേജോ കോളോ ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നന്ദുവാണെങ്കിൽ ഓടിച്ച് ഒന്ന് ഫോൺ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ അനിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുമ്പോൾ നമ്മളെ CI സാറാണ്. എന്നിട്ട് പറയും, നന്ദു ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നന്ദു പറയും, ഇല്ല ഞാൻ ഉറങ്ങാൻ ലേറ്റ് ആവും, ഒരു 10 മണി 10:30 മണിയൊക്കെ ആവും ഞാൻ ഉറങ്ങാനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ചോദിക്കും, ഫുഡൊക്കെ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നന്ദു പറയും, സമയം ഇത്ര ആയില്ലേ ഞാൻ കഴിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ CI സാറ് പറയും, ഞാൻ നേരത്തെ ഫുഡൊക്കെ കഴിക്കും, ഒരു 7:30 മണി 8 മണിക്കകത്ത് വെച്ച് ഞാനും ഫുഡൊക്കെ കഴിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നേരത്തെ ഉറങ്ങണം, ഞാൻ നേരത്തെയൊക്കെ ഉറങ്ങും, ഒരു 8 മണിക്കൂറെങ്കിലും നമുക്ക് നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നന്ദു ചോദിക്കുന്നുണ്ട്, സാറ് ഉറക്കം കുറവാണെന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ അപ്പോൾ പറയല്ല, ഞാൻ പൊതുവേ ഇങ്ങനെ പറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും ഉറക്കം വേണമെന്ന് ഇങ്ങനെ പറഞ്ഞാന്ന് പറയും കേട്ടോ. അങ്ങനെ പിന്നെ അവരിങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ നന്ദുവിനാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, വിളിക്കുന്നതും സംസാരിക്കുന്നതും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ്, എൻ്റെ ബോഡിയൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, സാറ് കുഴപ്പമൊന്നുമില്ല, സാറ് ഫിറ്റല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സാറാണെങ്കിൽ പിന്നെ വെള്ളം അടിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. അങ്ങനെ സാറിങ്ങനെ പറയുന്നുണ്ട്, ഒരു 3 പെഗ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറച്ചൊക്കെ നല്ല ഫിറ്റാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നന്ദു പറയുന്നുണ്ട്, ശരി സാർ എന്നാൽ ഞാൻ ഫോൺ വെക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. കാര്യം വെച്ചാൽ നന്ദുവിനാണെങ്കിൽ അയാൾ വിളിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ അതുകൊണ്ടാണ് നന്ദു ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ വെക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അയാൾക്കാണെങ്കിൽ ഫോൺ വെച്ച് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അയാൾക്ക് നന്ദുവിനെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് അയാൾ എങ്ങനെയെങ്കിലും ഭയങ്കര നന്ദുവിൻ്റെ അടുത്തൊക്കെ വിളിച്ചൊക്കെ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്ദുവിൻ്റെ ഫോണിലാണെങ്കിൽ അനിയുടെ ഒരു മെസ്സേജ് വരുന്നുണ്ട്, ഉറങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ആ മെസ്സേജ് കാണുമ്പോൾ നമ്മുടെ നന്ദുവിനാണെങ്കിൽ നല്ല സന്തോഷമാവുന്നുണ്ട്. പക്ഷേ നന്ദു തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നില്ല. കാര്യം ഈ ഫോണും ഇനി ആരെങ്കിലും എടുത്തിട്ട് മെസ്സേജ് അയക്കുകയാണെന്ന് അറിയാൻ വയ്യല്ലോ. നമ്മൾ ആ നന്ദുവാണെങ്കിൽ മെസ്സേജ് അയക്കാൻ പോയിട്ടും പിന്നെ വേണ്ട മെസ്സേജ് അയക്കേണ്ടതെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ തന്നെ കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ റിപ്ലൈ കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്തായാലും അവൻ്റെ ഒരു മെസ്സേജോ കോളോ വന്നില്ലെങ്കിൽ എനിക്ക് എന്തൊരു സങ്കടം ആവുന്നുണ്ട്. അപ്പം ഞാൻ അവനെ അത്രയ്ക്കും സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ നന്ദു ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് ഇങ്ങനെ കിടക്കുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മൾ അനാമികയാണ് കാണിക്കുന്നത്. അപ്പോൾ അനാമികയാണെങ്കിൽ ഒരുങ്ങുകയാണ് കേട്ടോ, പുറത്തോട്ട് പോകാൻ വേണ്ടിയൊക്കെ നല്ല മേക്കപ്പൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ടൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ പുറത്തോട്ട് പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അനാമികയെ വിളിക്കാമെന്ന് നമ്മൾ അനാമികയുടെ കാമുകനായ സ്റ്റെവിനാണ് കേട്ടോ. അങ്ങനെ ഇറങ്ങി വന്നിട്ട് അനാമിക ചോദിക്കുന്നുണ്ട്, എടാ ഞാൻ എങ്ങനെയുണ്ട്, സുന്ദരിയായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, നീ സുന്ദരിയാണല്ലോ, അതല്ലേ ഒന്ന് കെട്ടിയിട്ട് ഞാൻ നിൻ്റെ പിറകെ ഇങ്ങനെ നടക്കുന്നതെന്ന് അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അനാമിക അടുത്തോട്ട് വന്നിട്ട് പറയും, നീ അങ്ങനെ പറയരുത്, അവൻ്റെ താലി എൻ്റെ കഴുത്തിൽ വീണതേ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറൊരു ഇതും ഇല്ല, അതുകൊണ്ട് നീ അങ്ങനെ പറയരുതെന്ന് പറയും കേട്ടോ. പിന്നെ അനാമിക പറയും, വേറെ ഒന്നും കൊണ്ടല്ല, ഞാനൊരു ചാനലിലേക്കല്ലേ പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത്, കുറച്ച് വൃത്തിയിലൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അവൻ പറയുന്നുണ്ട്, അത് ശരിയാണ്, ഇപ്പം നീയാണല്ലോ താരം, നിന്നെ ആണെങ്കിൽ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും നീ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും ഇപ്പോൾ കിടന്ന് പുകഞ്ഞുകൊണ്ടിരിക്കും, എന്തായാലും അനന്തപുരിയിലുള്ളവരിപ്പം വട്ടം ചുറ്റുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അനാമിക പറയുന്നുണ്ട്, കിടന്ന് വട്ടം ചുറ്റട്ടെ, അതാണ് വേണ്ടത്, അവിടെ ഒരു രാജഭരണവും അത് കേൾക്കാൻ വേണ്ടി കുറേ കൊച്ചുമക്കളും മക്കളും ഉണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് ഒന്നിൻ്റെ തലയ്ക്ക് ഒന്നും ഒരു വെളിവും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല എന്നൊക്കെ പറയുക. നമ്മൾ അനാമിക പറയുന്നുണ്ട്, എന്തായാലും പിന്നെ അവരെ ഞാൻ നാണം കെടുത്താൻ പറ്റുന്ന അത്രയ്ക്ക് ഞാൻ അവരെ നാണം കെടുത്തിയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റെവിൻ പറയുന്നുണ്ട്, എന്തായാലും അവിടെ
അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഇതായിട്ട് നിനക്ക് കിട്ടാൻ പറ്റുന്ന അത്രയ്ക്കും പൈസയും വാങ്ങിച്ചിട്ട് നീ ഡിവോഴ്സും വാങ്ങിച്ചിട്ട് വന്നേക്കണമെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അനാമിക പറയുന്നത് ശരി എല്ലാം പറഞ്ഞതുപോലെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ കോടതിയിൽ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഞാൻ ചാനലിലൂടെയൊക്കെ പറയാൻ പോകുന്നതെന്നൊക്കെ പറയുകയാണ്. നമ്മൾ സ്റ്റെപ്പിൻ്റെ കൂടെ കയറിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതായത് പോകുന്നത് ചാനലിലോട്ടാണ് പോകുന്നത്. പിന്നെ കാണിക്കുന്ന ഇൻ്റർവ്യൂ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇൻ്റർവ്യൂവിൽ പോയിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട് ഇത് കണക്ക്. പിന്നെ ഇന്നിപ്പോൾ പറയുന്ന അനിയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അനിയുടെ വഴിവിട്ട ജീവിതവും പിന്നെ നമ്മുടെ നന്ദുവിൻ്റെ പിറകെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നിപ്പോൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറയുന്നുണ്ട് എന്നെ ഇതൊരിക്കലും ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടുമില്ല, ഞങ്ങൾ തമ്മിലൊരു ദാമ്പത്യ ജീവിതം നയിച്ചിട്ടുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സഹിക്കാവുന്ന പരമാവധി ഞാൻ സഹിച്ചിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാതായപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോയതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നവൾ ചോദിക്കുന്നുണ്ട് എല്ലാവരും ആരാധിക്കുന്ന അനന്തമൂർത്തി ഇതിനെ എതിർക്കുകയോ പിന്നെ അതുപോലെ തന്നെ അനിയെ പിന്നെ ചോദ്യം ചെയ്തിട്ടില്ലയോ എന്നൊക്കെ ഇങ്ങനെ പിന്നെ അനാമിക എടുത്ത് ചോദിക്കുന്നുണ്ട്. നമ്മൾ അനാമിക പറയുന്നുണ്ട് ഇല്ല ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞതാണ്, പക്ഷെ അവരങ്ങനെ ചോദിക്കത്തൊന്നുമില്ല, അവർക്ക് കൊച്ചുമക്കളത്തുള്ള വാത്സല്യം കാരണം ഒരു കാര്യങ്ങളോ ഒന്നും അവരുടെ ചോദിക്കാത്തതും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പറയുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ആരാധിക്കുന്ന അനന്തപുരി തറവാട്ടിൽ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അനാമിക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിട്ട് പറയുന്നുണ്ട്. അവിടെ ആണെങ്കിൽ എൻ്റെ അമ്മായിയമ്മയും എൻ്റെ അപ്പച്ചിയുടെ മോനും മാത്രമേ എൻ്റെ അടുത്ത് സ്നേഹം കാണിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള എല്ലാവരും എന്നെ ഇട്ട് ഒരുപാട് എന്നെ കഷ്ടപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അനാമികയാണെങ്കിൽ ഇരുന്ന് പൊട്ടി പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ സംഭവം നമ്മൾ എല്ലാവരും ഗോവിന്ദനാണെങ്കിലും കനകയാണെങ്കിലും ദർശനും ദേവ്യാനിയും അതുപോലെ ആദർശൻ നയനയും നന്ദുവും എല്ലാവരും ആണെങ്കിൽ ഈ ഒരു വാർത്ത കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ കനകയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് കനകയാണെങ്കിൽ ടി വി അങ്ങ് ഓഫ് ചെയ്യുന്നുണ്ട്. നമ്മളെ കനക പറയുന്നുണ്ട് ഗോവിന്ദൻ്റെ അടുത്ത് ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് നല്ല ദേഷ്യം വന്നിട്ട് ചെന്ന് അങ്ങോട്ട് കയറി അവളെ പിടിച്ചിറക്കിയിട്ട് അവളെ ചെവി കുറ്റിയൊക്കെ ഒന്ന് കൊടുത്ത് അവളെ വലിച്ചു കീറാനുള്ള ദേഷ്യം എനിക്ക് വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ മോളെ ജീവിതം വെച്ചല്ലേ അവളിപ്പോൾ കളിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ഗോവിന്ദൻ പറയുന്നുണ്ട് എന്തായാലും കല്യാണത്തിന് മുമ്പ് അനിയും നന്ദുമായിട്ടുള്ള സ്നേഹമൊക്കെ സത്യം തന്നെയായിരുന്നു, പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മളെ നന്ദു ആണെങ്കിൽ അതിന് ഒന്നും പോയിട്ടില്ലല്ലോ, അവൾ ആടുന്നല്ലോ നന്ദുവിൻ്റെ പിറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഗോവിന്ദൻ പറയുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ പേരിൽ കേസും കാര്യങ്ങളും ആയിട്ടാണെങ്കിൽ അനന്തമൂർത്തി സാറ് പോവുകയാണെങ്കിൽ അതിൻ്റെ പിറകെ സാക്ഷി പറയാൻ 3 മക്കളും ഉണ്ടാവും സാറിനോടൊപ്പം സാക്ഷി പറയാൻ വേണ്ടി. അപ്പം അതുമല്ല അവൾ പഠനത്തിന് വേണ്ടിയാണ് ഇതിങ്ങനെയൊക്കെ കാണിക്കുന്നതെങ്കിൽ അവൾക്കൊരു നയാ പൈസ പോലും കിട്ടരുത്, ആ രീതിയിലൊക്കെ ആക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാര്യം വെച്ചാൽ അന്ന് നമ്മൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മൂത്ത 2 മരുമക്കൾ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്നാണ് കയറി വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നിട്ടുണ്ടായിരുന്നല്ലോ. തന്നെ അവളെ പിന്നെ 2 പേര് അവിടെ വന്നിട്ടുണ്ട്, ഇനി അവളെ അനിയത്തിയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവളെ ചേച്ചിമാരാണ് അവൾക്ക് എല്ലാ സാഹചര്യങ്ങളും ഒപ്പിച്ചു കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാ ദേഷ്യങ്ങളും നമ്മളെ ഗോവിന്ദൻ്റെയൊക്കെ മനസ്സിലിരിപ്പുണ്ട് കേട്ടോ. എല്ലാവരും ഒക്കെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിട്ടിരിക്കും കേട്ടോ. അപ്പോൾ കണ്ടതിന് ശേഷം നമ്മളെ മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട് ഇവളിങ്ങനെ പറയുമായിരുന്നെങ്കിൽ നമുക്ക് ഇത് തടയായിരുന്നെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തിന് തടയുന്ന, അവൾ പറയാനുള്ളതൊക്കെ അവൾ പറഞ്ഞോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇപ്പം എന്നെ ആദർശിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ എനിക്ക് വിഷമങ്ങളും കാര്യങ്ങളും, വെറുതെ ഒരു പെൺകൊച്ചിൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി അവൾ ഒരു പെൺകൊച്ചിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ ജാനകിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ജാനകി ചോദിക്കുന്നുണ്ട് അച്ഛനിക്ക് ഇപ്പോഴും ആ നന്ദുവിൻ്റെ കാര്യത്തിലാണോ അച്ഛനിക്ക് ടെൻഷൻ എന്ന്. അപ്പം മുത്തശ്ശൻ പറയാം അതേന്ന് പറയും കേട്ടോ. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അല്ല എനിക്കറിയാൻ വയ്യാത്തതാണ് ചോദിക്കുക, അവൾക്ക് ഇവിടെ എന്തുമായിരുന്നു കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം അനിയുടെ കല്യാണത്തിന് ശേഷം അനിയാണ് നന്ദുവിൻ്റെ പിറകെ പോയത്, അല്ലാതെ നന്ദു അല്ല വന്നത്. അപ്പം അതിന് പ്രശ്നം നിൻ്റെ മോനും മരുമോൾക്കുമാണ് പ്രശ്നം, അല്ലാതെ വെറുതെ ഇരിക്കുന്ന ആ പെങ്കൊച്ചിൻ്റെ പേർക്കല്ല പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇത്രയും കുടുംബ പാരമ്പര്യമുള്ള ഇവിടുത്തെ കുടുംബത്തിനെ പറ്റിയിട്ടും എന്നെക്കുറിച്ചൊക്കെ അവൾ ചെളിവാരി തേച്ചിട്ട് എന്തെങ്കിലും നേടാൻ അവൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട് നമ്മളെ മുത്തശ്ശനെ. അപ്പോഴത്തേക്കും ജാനകി പറയുന്നുണ്ട് അച്ഛാ ഇനിയും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇത് കോംപ്രമൈസ് ചെയ്യേണ്ടിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇപ്പം ഈ പറഞ്ഞ കാര്യം നീ എൻ്റെ മരുമോളായിപ്പോയി, നീ പറഞ്ഞതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല, എൻ്റെ മോളാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ അവളെ ചെവിക്കുറ്റി അടിച്ച് ഞാൻ കറക്കിയെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മളെ ജാനകി ഒന്ന് പയ്യെ ഒന്ന് ഒതുങ്ങുന്നുണ്ട്. നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ഈ കുടുംബത്തിന് നേരെ ചെളിവാരി എറിയാൻ നോക്കിയവർക്ക് എന്തായാലും അതിനുള്ള ഒരു മറുപടി ഞാൻ കൊടുത്തിരിക്കും. ഈ അനന്തമൂർത്തി ആരാന്നുള്ളത് അവർക്ക് അറിയത്തില്ല, എന്തായാലും ഞാൻ ഇത്രയും വരെ എത്തിയത് എന്തായാലും എല്ലാം ചെയ്തും കൊടുത്തും ഒക്കെ ആണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ പിന്നെ നമ്മളെ ജാനകി അടുത്ത് പറയുന്നുണ്ട് നിനക്ക് അവളുടെ അടുത്ത് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അങ്ങനെ നിനക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീ അവളെ കൂടെ പോയി താമസിച്ചോണം, അല്ലാതെ ഇവിടെ നിന്നിട്ട് നീ ഇങ്ങനെ ഉള്ള വർത്തമാനങ്ങൾ പറയരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ പറയുന്നത് നമ്മളെ ജലജയടുത്തും പറയുന്നുണ്ട് നിൻ്റെ അടുത്തും കൂടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്.
അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും പിന്നെ അവൾ ഇത്രയ്ക്കും ഓരോ കാര്യങ്ങൾ ചെയ്തത് നീ അനിയെ മാത്രം കുറ്റപ്പെടുത്തി പറയുന്നുണ്ട്. അവളും അതേ കുറ്റങ്ങളല്ലേ അവളും ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ദേവയാനിയെ കൊല്ലാൻ വരെ അവൾ ശ്രമിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ജാനകി ചോദിക്കും, ആരെ പറഞ്ഞു അതൊക്കെ ചെയ്ത്, അതൊക്കെ ഓരോരുത്തർ വെറുതെ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുത്തശ്ശി ചോദിക്കും, പിന്നെ ആരാണ് ആ പാലിനകത്ത് വിഷം കലർത്തിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജലജ ചോദിക്കുന്നുണ്ട്, അത് പിന്നെ നവ്യയ്ക്ക് വേണ്ടി നയന കലക്കി വെച്ച പാലല്ലേ, അത് ഇതിനെ എടുത്ത് കുടിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അതിനകത്ത് എന്തായാലും ആരും വിഷം ഇടാതെ എന്തായാലും വിഷം വരത്തില്ലല്ലോ, അപ്പോൾ നീയാണ് അത് ചെയ്തത് ഞങ്ങൾ പറയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ പാല് നവ്യ കുടിച്ചിട്ട് നവ്യയുടെ കുഞ്ഞ് പോകണമെന്നായിരുന്നു നിൻ്റെയൊക്കെ ആഗ്രഹം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ കേട്ടോ. നമ്മളെ മുത്തശ്ശൻ ഇതൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവർക്കൊക്കെ ഉത്തരം മുട്ടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ മുത്തശ്ശൻ അങ്ങ് പോകുന്നുണ്ട്. പോയി കഴിയുമ്പോഴത്തേക്ക് ജലജയാണെങ്കിൽ നമ്മളെ മുത്തശ്ശിയെടുത്ത് ചോദിക്കുന്നുണ്ട്, അതെ ഇവിടെ തെറ്റിൽ കുളിച്ച് ഒരുത്തൻ ഇവിടെ നിൽപ്പുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പം അനാമിക മോള് കയറി ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണോ തെറ്റെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മളെ മുത്തശ്ശി പറയും, അത് തന്നെ തെറ്റെന്ന് പറയുന്നുണ്ട്. അപ്പം എൻ്റെ ആദർശ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതിപ്പം എനിക്കറിയാം, അതിപ്പം നിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇപ്പം നിന്നെ ഇപ്പം ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ജാനകി പറയുന്നുണ്ട്, ഇവിടെ ഓരോരുത്തർ ഓരോ തെറ്റുകൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് അറിയാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളെ ദേവയാനി പറയുന്നുണ്ട്, എൻ്റെ ആദർശ മോനെ കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാം. ദേവയാനി പറയുന്നുണ്ട്, എൻ്റെ മകനെ പോലൊരു മോനെയും നയനെ പോലൊരു മരുമോളെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം, അതുകൊണ്ട് ആരും ഒന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്തോട്ട് വരണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ മോനെക്കുറിച്ച് എനിക്ക് അഭിമാനം ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ദേവയാനിങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും മനസ്സിലാവാൻ നമ്മളെ ജാനകി നിൽപ്പുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മളെ നവ്യാണെങ്കിൽ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മളെ ജലജ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ അറിഞ്ഞോ അനാമികയാണെങ്കിൽ വീണ്ടും അടുത്ത ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് നിൻ്റെ അനിയത്തിയെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ടെന്ന് പറയുന്നു കേട്ടോ. ഇനിയിപ്പം നിൻ്റെ അനിയത്തി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് അതും കേട്ടുകൊണ്ട് നമ്മളെ ജാനകി അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ ജാനകി ആണെങ്കിൽ പറയുന്നുണ്ട്, പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാം, അതെൻ്റെ ജഡത്തിന് മുന്നിലായിരിക്കും അവളെ കൊണ്ടുവരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതെൻ്റെ മോൻ്റെ അടുത്ത് ഞാൻ നല്ലതുപോലെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ നമ്മളെ ജാനകി ആണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ നവ്യാണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും അനിയാണ് അവളെ പിറകെ നടന്നതല്ലാതെ പിന്നെ നന്ദു അല്ല അനിയുടെ പിറകെ നടന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ജലജ പറയുന്നുണ്ട്, എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇനി അവൾക്ക് ഇനി നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഇനി ഒരു ബന്ധം കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ നമ്മളെ ജലജയും പറയുന്നുണ്ട്. പക്ഷേ ജലജ നല്ല മനസ്സോടെ പറയുന്നതല്ല, എന്തായാലും നവ്യയ്ക്കൊക്കെ ഏരിയേറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ജലജ. അങ്ങനെ നമ്മളെ ജാനകിയാണെങ്കിൽ നമ്മളെ നന്ദുവിനെയാണ് കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പം നമ്മളെ പിന്നെ നവ്യ പറയുന്നുണ്ട്, അമ്മായി നന്ദുവിനെ കുറ്റപ്പെടുത്താതെ അമ്മായിയുടെ മോനെ വേണം കുറ്റപ്പെടുത്താനും, എന്നിട്ട് അനിയാണെങ്കിൽ കാര്യമൊക്കെ പറഞ്ഞ് അമ്മായി മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ജാനകി പറയുന്നുണ്ട്, ആണ് പിന്നെ നിൻ്റെ അനിയത്തി ഒരു തെറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, അവൾ ചെയ്തതല്ല എനിക്ക് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ അവൾ അമ്പലമുറ്റത്തുനിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പറഞ്ഞിട്ട് പിന്നെ നമ്മളെ ജാനകി അങ്ങ് നിർത്തും, പിന്നെ ഒന്നും പറയുന്നില്ല. അപ്പോഴത്തേക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴാണെങ്കിലും നമ്മളെ നവ്യയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ നല്ല ദേഷ്യം പിടിച്ചിരിക്കുന്ന നമ്മളെ നവ്യയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.